ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 3-ാം അധ്യായം. ശ്രീ മൈത്രേയ ഉവാച. സദാ വിദ്യുഷിതോരേവം കാലോ വൈദ്രിയമാണയോഃ ജാമാതു ശ്വശുരസ്യാഭി സുമഹാനതിചക്രമേ. മൈത്രേയർ പറഞ്ഞു, ശിവൻ ദക്ഷപുത്രിയുടെ ഭർത്താവും ദക്ഷപ്രജാപതി ശിവൻ്റെ ഭാര്യയുടെ പിതാവുമായതിനാൽ അവർ തമ്മിലുള്ള സംബന്ധം ഇത്രമാത്രമുണ്ടായ കലഹം നിമിത്തം നിശേഷം നശിക്കുവാൻ തരമില്ലാത്തതായിരുന്നു. തമ്മിൽ പുത്രീവല്ലഭനായ ശിവനും ഭാര്യയുടെ പിതാവായ ദക്ഷപ്രജാപതിയും എല്ലായ്പ്പോഴും കലഹിച്ചുകൊണ്ട് തന്നെ ബഹുകാലം കഴിഞ്ഞു. യഥാഭിഷിക്തോ ദക്ഷസ്തു ബ്രഹ്മണ പരമേഷ്ഠിന പ്രജാപതീനാം സർവേഷാം ആധിപത്യേ സ്മയോഭവത്. സർവപ്രജാപതികളുടെ ആധിപത്യസ്ഥാനം സർവോത്കൃഷ്ടനായ ബ്രഹ്മാവ് ദക്ഷനു നൽകി. അപ്പോൾ ദക്ഷന് അധികം ഗർവമുണ്ടായി. ഉന്നതസ്ഥാനം സിദ്ധിക്കുമ്പോൾ അഹങ്കാരം അധികരിക്കും. അപ്പോൾ നാശവും വേഗത്തിലുണ്ടാകും. അതിനാൽ ശിവദ്വേഷഫലം അനുഭവിക്കുവാനുള്ള മാർഗമായിട്ടാണ് ബ്രഹ്മാവ് ദക്ഷനെ സർവപ്രജാപതികളുടെ ആധിപത്യസ്ഥാനത്തിൽ അഭിഷേകം ചെയ്തത്. ദക്ഷനാകട്ടെ, ഞാനാണ് സർവപ്രജാപതികളിൽ വെച്ച് മഹാൻ, അതുകൊണ്ടാണ് എനിക്കായിട്ട് മഹസ്ഥാനം നൽകിയത് എന്നുള്ള ഗർവമുണ്ടായി. അല്ലെങ്കിൽ ബ്രഹ്മദേവൻ്റെ പ്രവൃത്തി അനുചിതമായെന്നു ശങ്കിപ്പാനിടവരും. അനുഗ്രഹം നിഗ്രഹപര്യായമായിട്ടും നിഗ്രഹം അനുഗ്രഹപര്യായമായിട്ടും ലോകത്തിൽ കാണപ്പെടുന്നതിനെ ഓർമ്മവയ്ക്കുവാൻ ഇപ്രകാരമുള്ള സംഭവം സഹായിക്കുന്നു. ഇഷ്ട്വാസവാജപേന ബ്രഹ്മിഷ്ഠാനാമഭിഭൂയ ച ബൃഹസ്പതിസ്സവം നാമ സമാരേഭേ ക്രതൂത്തമം. മഹാപദവി സിദ്ധിച്ചപ്പോൾ ഉണ്ടായ കർമ്മം എന്തായിരുന്നു? അതിൻ്റെ ഫലം ഏതുവിധം കലാശിച്ചുവെന്ന് പറയുകയാണ്. പ്രജാപതികളുടെ പ്രധാനിയായ ദക്ഷൻ വാജപേയം എന്ന യാഗം കഴിച്ചു. അതിൽ ശിവനും ശിവപക്ഷക്കാരായ ഉത്കൃഷ്ടന്മാർക്കും ഭാഗം നൽകാതെ അവരെ ധിക്കരിച്ചു. ഒടുവിൽ യാഗങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായ ബൃഹസ്പതി സവം എന്ന യാഗം ആരംഭിച്ചു. യാഗാദി ക്രിയകളെ വിവരിക്കുന്ന വേദഭാഗത്തിന് ബ്രാഹ്മണം എന്നു പേർ. യാഗങ്ങളിൽ വെച്ച് പ്രധാനമായതാണ് ബൃഹസ്പതി സവം എന്ന് ബ്രാഹ്മണങ്ങളിൽ വിധിച്ചിരിക്കുന്നു. അതിൻ്റെ പൂർവാംഗമാണ് വാജപേയം എന്ന യാഗം. വാജപേയം ചെയ്ത ശേഷമേ ബൃഹസ്പതി സവം ചെയ്തുകൂടൂ. തസ്മിൻ ബ്രഹ്മർഷയ സർവേ ദേവർഷി പിതൃദേവതാഃ ആസൻകൃതസ്വസ്ത്യയനാനാം തത്പത്ന്യശ്ച സഭൃതൃകാഃ. ദക്ഷപ്രജാപതി നടത്തിയ ബൃഹസ്പതി സവത്തിലുണ്ടായ മഹോത്സവത്തെ വിവരിക്കുകയാണ്. വസിഷ്ഠാദികളായ ബ്രഹ്മർഷികൾ, സനൽകുമാരാദികളായ ദേവർഷികൾ, അര്യമാദികളായ പിതൃക്കൾ, ഇന്ദ്രാദികളായ ദേവന്മാർ എന്നിവരെയെല്ലാം ഭാര്യാസഹിതന്മാരായി വരുത്തി സൽക്കാരം ചെയ്തു. സനൽകുമാരാദികൾ നൈഷ്ഠിക ബ്രഹ്മചാരികളാകുന്നുവെന്ന് ഓർമ്മ വയ്ക്കണം. തതുപസൃത്യ നഭസി കേചരാണാം പ്രജൽപദാം സതീദാക്ഷായണീ ദേവി പിതുർയത്നമഹോത്സവം വ്രജന്തി സർവദോ ദിഗ്ഭ്യ ഉപദേവവരസ്ത്രിയഃ വിമാനയാനാ സപ്രേഷ്ട നിഷ്കണ്ഠീ സുവാസസഃ ദൃഷ്ട്വാ സുനിലയാഭ്യാസേ ലോലാക്ഷിർമൃഷ്ടകുണ്ടലാഃ പദീം ഭൂതപദീം ദേവം ഔത്സുക്യാദഭ്യഭാഷത. ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്നവർ സംസാരിക്കുന്നതിൽ നിന്ന് ദക്ഷപുത്രിയായ സതീദേവി പിതാവ് ആരംഭിച്ചിരിക്കുന്ന യാഗത്തെയും അവിടെ നടക്കുന്ന മഹോത്സവത്തെയും കേട്ടറിയുകയും 4 ദിഗ്ഭാഗങ്ങളിൽ നിന്ന് ദേവവർഗത്തിൽ ഉൾപ്പെട്ട ഉത്തമ സ്ത്രീകൾ പതക്കം, വിശേഷകുണ്ടലം മുതലായ ആഭരണങ്ങളെയും ശോഭന വസ്ത്രങ്ങളെയും ധരിച്ച് ഭർത്തൃസഹിതകളായിട്ട് തൻ്റെ ഭവന സമീപത്തുകൂടെ വിമാനത്തിലിരുന്ന് പോകുന്നതിനെ കാണുകയും ചെയ്തപ്പോൾ തനിക്കും യാഗമഹോത്സവത്തിന് പോകണമെന്നുള്ള ആഗ്രഹം അധികരിച്ചതിനാൽ സകല ഭൂതങ്ങളുടെ നാഥനായിരിക്കുന്ന സ്വഭർത്താവിനോട് പറഞ്ഞു. സത്യുവാച. പ്രജാപതസ്തേ ശശുരസ്യ സാമ്പ്രതം നിര്യാപിതോ യത്നമഹോത്സവ കില വയം ച തത്രാഭിസരാമവാമതേ യദ്യർത്ഥിതാമി വിബുധാ വ്രജന്തിഹി. സതി പറഞ്ഞു, അല്ലയോ മനോഹരനായ ഭഗവൻ, അങ്ങയുടെ ഭാര്യാപിതാവായ എൻ്റെ പിതാവിൻ്റെ ഗൃഹത്തിൽ യാഗം ആഘോഷമായി നടക്കുന്നുവല്ലോ. അങ്ങ് താൽപ്പര്യപ്പെടുന്ന പക്ഷം നമ്മൾക്കും അവിടെ പോകാം. ഈ ദേവന്മാർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു.
എൻ്റെ പിതാവായതുകൊണ്ട് ക്ഷണിക്കാതെ ഇരുന്നാലും നമ്മൾക്ക് പോവാൻ അവകാശമുണ്ട്. അങ്ങയ്ക്കിഷ്ടമാണെങ്കിൽ എന്നു പറഞ്ഞതിനാൽ എനിക്ക് താൽപ്പര്യമുണ്ട്. അതോട് യോജിക്കുന്ന പക്ഷം ഒരുമിച്ച് പോകുന്നതാണ് എനിക്ക് സന്തോഷമെന്നും ദേവന്മാർ പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ പോവാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല എന്നും സൂചിപ്പിച്ചു. തസ്മിൻ ഭഗിന്യോ മമ ഭർതൃഭിഃ സ്വകൈർധ്രുവം ഗമിഷ്യന്തി സുഹൃദ്ദിദൃക്ഷവഃ അഹം ച തസ്മിൻ ഭവതാ ജകാമയേ സഹോപനീതം പരിബർഹമർഹിതം. ആ യാഗത്തിൽ മാതാപിതാക്കന്മാരായ സുഹൃജ്ജനങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരോടുകൂടെ വരാതിരിക്കയില്ല. നിശ്ചയം ഞാനും അങ്ങയോടൊരുമിച്ച് അവിടെ പോവാനും മാതാപിതാക്കന്മാർ അപ്പോൾ നമ്മൾക്കായി സമർപ്പിക്കുന്ന സമ്മാനങ്ങളെ സ്വീകരിപ്പാനും ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ആദരത്തോടുകൂടെ അല്ലാതെ സ്വീകരിപ്പാൻ ആഗ്രഹമില്ല. തത്ര സ്വസ്യുർമേ നനു ഭർതൃസംഹിത മാതൃശ്വസ്യു ഖിന്നധിയം ച മാതരം ദ്രക്ഷ്യേ ചിരോത്കണ്ഠമനാ മഹർഷിഭീരുന്നീയമാനം ച മൃഡാധ്വരധ്വജം. സകല പ്രാണികളെയും ആനന്ദിപ്പിക്കുന്ന അങ്ങ് എൻ്റെ ഈ ആഗ്രഹത്തെ സാധിപ്പിച്ച് ആനന്ദിപ്പിക്കണമെന്നുള്ള അഭിപ്രായത്തോടുകൂടെ പറയുന്നു. ഹേ മൃഡ, സർവാനന്ദപ്രദ, എൻ്റെ സഹോദരിമാരും വലിയമ്മയുടെ മക്കളായ സഹോദരികളും അവരുടെ ഭർത്താക്കന്മാരോടുകൂടെ അവിടെ വരും. അവരെയും എനിക്ക് കാണണം. അമ്മ അച്ഛന്മാരെ ബഹുകാലമായിട്ട് കാണാത്തതുകൊണ്ട് എൻ്റെ മനസ്സിന് അവരെ കാണുവാൻ അധികം ആഗ്രഹമുണ്ട്. എന്നെ കാണുന്ന സമയം അതിവാത്സല്യത്താൽ അമ്മയുടെ മനസ്സ് ദ്രവിക്കാതിരിക്കുകയില്ല. അപ്രകാരമുള്ള അമ്മയെയും കാണാം. മഹാന്മാരായ ഋഷികൾ നടത്തുന്ന ഉത്തമയാഗത്തെയും കാണുവാൻ ആഗ്രഹിക്കുന്നു. ത്വയേതദാശ്ചര്യമജാത്മമായയാ വിനിർമ്മിതം ബാധി ഗുണത്രയാത്മകം അതാപ്യഹം യോഷിത ത്വവിച്ഛതേ ദീനാത് ദൃക്ഷേ ഭവമേ ഭവക്ഷിതീം. സർവത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനമായും ജന്മാദിവികാരങ്ങൾ ഇല്ലാതെയുമിരിക്കുന്ന ഭഗവൻ അങ്ങയുടെ മായയാൽ നിർമ്മിക്കപ്പെട്ടതും ഗുണത്രയ സ്വരൂപവുമായ ഈ ലോകം ആശ്ചര്യകരമായിട്ട് അങ്ങിൽ തന്നെ വിളങ്ങുന്നുണ്ട്. എങ്കിലും അങ്ങയുടെ ആ മാഹാത്മ്യത്തെ തികച്ചും അറിയാതിരിക്കുന്ന ഞാൻ അന്യപദാർത്ഥങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്ന അജ്ഞയായ സ്ത്രീ ആയിരിക്കുന്നതിനാൽ എന്നിൽ അനുകമ്പയുണ്ടാകണം. എൻ്റെ ജന്മത്തിനു കാരണമായ മാതാപിതാക്കന്മാരെയും ഭവനത്തെയും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പശ്യപ്രയാന്തീരഭവാന്യയോഷിതോപ്യലങ്കൃത കനന്ദസഖവരൂദശഃ യാസാം വ്രജദ്ഭിഷിതികണ്ഠമണ്ഡിതം നഭോ വിമാനൈ കളഹംസ പാണ്ഡുഭിഃ. ജനന മരണാദി സംസാരാവസ്ഥകളില്ലാതിരിക്കുന്ന ഭഗവൻ, അങ്ങയ്ക്ക് സംയോഗവിയോഗങ്ങളും സുഖദുഃഖങ്ങളും ബന്ധുശത്രുക്കളും ഒന്നുമില്ലെന്നിരിക്കലും ഞാൻ ആ നിലയ്ക്കെത്തിയവളല്ല. യാതൊരു സംബന്ധവുമില്ലാത്ത അന്യ സ്ത്രീകൾ കൂടെ ആഭരണാദികൾ ധരിച്ച് ഭർതൃസഹിതകളായിട്ട് യാഗമഹോത്സവം കാണാൻ പോകുന്നത് നോക്കുക. എത്രയാണ് പോകുന്നത്? അവരിരുന്നു പോകുന്ന കളഹംസ ധവളമായിരിക്കുന്ന വിമാനങ്ങളാൽ ആകാശം വിശേഷമായി വിളങ്ങുന്നു. ഇത്രയധികം അന്യ സ്ത്രീകൾ കൂടെ പോകുമ്പോൾ പുത്രിയായ എനിക്കവിടെ പോവാൻ ആഗ്രഹം ജനിച്ചത് ആശ്ചര്യമായി വരുമോ? കഥം സുതായ പിതൃഗേഹ കൗതുകം നിശമ്യദേഹ സുരവര്യനെങ്കതേ അനാഹുത അപ്യഭിയന്തി സൗഹൃദം ഭർതൃഗുരോർദേഹ കൃതശ്ച ഖേദനം. അല്ലയോ ദേവശ്രേഷ്ഠ, പുത്രിയായ ഞാൻ പിതൃഭവനത്തിലേക്ക് പോവാനുള്ള കൗതുകത്തെ പറയുന്നത് കേട്ടിട്ടും അങ്ങ് കുലുക്കമില്ലാതെ ഇരിക്കുന്നതിന് കാരണമെന്താകുന്നു? നമ്മളെ ക്ഷണിച്ചിട്ടില്ലല്ലോ എന്നാണ് കാരണമെങ്കിൽ ഭർത്താവ്, ഗുരു, പിതാവ് ഇവർ സുഹൃത്തുക്കളായതിനാൽ അവരുടെ ഗൃഹത്തിൽ നടക്കുന്ന വിശേഷ സംഭവങ്ങൾക്ക് ക്ഷണിക്കാതിരുന്നാലും പോകുന്നത് ലോകത്തിൽ മര്യാദയാകുന്നു. വിശിഷ്യ ദേവനായ അങ്ങയ്ക്ക് യാഗത്തിന് പോവാൻ അവകാശമുണ്ട് താനും. എൻ്റെ പിതൃഗേഹമായതിനാൽ ക്ഷണിക്കാതിരുന്നാലും നമ്മൾക്ക് പോകുവാൻ അവകാശമുണ്ട്. തന്മേ പ്രസീദേതമമർത്യവാഞ്ചിതം കർത്തൃം ഭവാൻ കാരുണികോപദാർഹതി ത്വയാത്മനോർദേഹമബ്രചക്ഷുഷ നിരൂപിതാമാനുഗൃഹാണയാചിതഃ. അല്ലയോ ഈശ്വര, അങ്ങ് സർവാശകളെയും അതിക്രമിച്ചിരിക്കുന്നു. ഞാനോ മാനുഷി, ആഗ്രഹമുള്ളവൾ. എൻ്റെ പേരിൽ അങ്ങ് പ്രസാദിക്കണം, ഈ ആഗ്രഹത്തെ സാധിപ്പിക്കണം. പരമജ്ഞാനിയായിരുന്നാലും കാരുണ്യനിമിത്തം അങ്ങ് എന്നെ അങ്ങയുടെ അർദ്ധശരീരമായി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതിനാൽ ഞാൻ അങ്ങയോട് യാചിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണം. ഋഷിരുവാച ഏവം ഗിരിത്രപ്രിയയാഭിഭാഷിതഃ പ്രത്യഭ്യദത്ത പ്രഹസൻ സുഹൃത്പ്രിയഃ
സംസ്മാരിതോ മർമ്മവിദക്കുവാഗീഷു ജ്ഞാന്യാഹകോ വിശ്വസൃജാം സമക്ഷതഃ. മൈത്രേയർ പറഞ്ഞു. പ്രിയയായ സതീദേവിയുടെ ഇപ്രകാരമുള്ള പ്രാർത്ഥന ശ്രീ ശിവൻ കേട്ടു. സതിയുടെ സ്ത്രീ സുലഭമായ അവിവേകം ആലോചിച്ച് ചിരിച്ചു. ശുദ്ധഹൃദയമുള്ളവർക്കെല്ലാം ഹിതകാരിയായ ഭഗവാൻ സ്വപത്നിക്ക് നേരിടുവാൻ പോകുന്ന ആപത്തിനെ ആലോചിച്ച് കുണ്ഠിതപ്പെട്ടു. മരീച്യാദികളായ പ്രജാപതികൾ കേൾക്കിയ ദക്ഷൻ തൻ്റെ നേർക്കുപയോഗിച്ച മർമ്മചെയ്തികളായ വാഗ്ബാണങ്ങളെ പ്രിയയുടെ പ്രാർത്ഥന നിമിത്തം ഓർത്തുകൊണ്ട് പ്രിയയോട് മറുപടി പറഞ്ഞു. ശ്രീ ഭഗവാനുവാച ത്വയോദിതം ശോഭനമേവ ശോഭനേ അനാഹുത അപ്യപിയന്തി ബന്ധുഷു തേ യദ്യന്നുത്പാദിതമോഷദൃഷ്ടയോ ബലീയസാനാത്മ്യമതേന മഞ്ഞുന. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ ശോഭനെ, ബന്ധുക്കൾ ക്ഷണിക്കാതിരുന്നാലും അവരുടെ ഗൃഹങ്ങളിൽ ഉത്സവാദികൾക്ക് പോകുന്ന സമ്പ്രദായമുണ്ടെന്ന് നീ പറഞ്ഞത് ശരി തന്നെ. ബന്ധുവാത്സല്യം ഉണ്ടാകുന്നത് നല്ലതു തന്നെ. എന്നാൽ ആ ബന്ധുക്കൾ ശരീരാഭിമാനം നിമിത്തമുണ്ടായ കോപാധിക്യത്താൽ ഇല്ലാത്ത ദോഷങ്ങളെ ആരോപിച്ച് കുറ്റപ്പെടുത്താതിരിക്കുന്നവരായിരുന്നാൽ അവരുടെ അരികത്ത് ക്ഷണിക്കാതെയും പോകാം. അപ്രകാരമുള്ളവരല്ലെന്നു വരികിൽ അവിടെ പോകുന്നത് ആപത്തിന് കാരണമായി വരും. വിദ്യാതപോ വിത്തവപുർ വയക്കുലൈഃ സദാം ഗുണൈഷഡ്ഭിരസത്തമേതരൈഃ സ്മൃതൗഹദായാം ഭൃതമാനദുർദൃശസ്തബ്ധാന പശ്യന്തി ഹി ധാമഭൂയസാം. ശാസ്ത്രജ്ഞാനം, തപശക്തി, ധനാധിക്യം, സർവായവങ്ങൾക്കും പൗഷ്കല്യത്തോടു കൂടിയ ശരീരം, യൗവനം, മഹൽ കുലത്തിൽ ജനനം എന്നീ 6 ഗുണങ്ങൾ സത്തുക്കൾക്ക് ഉപര്യുപരി ശോഭനങ്ങളാകുന്നു. എങ്കിലും അസത്തുക്കൾക്ക് ഈ 6ഉം ദോഷഹേതുക്കളായി വരും. ജ്ഞാനാദികളായ ഐശ്വര്യങ്ങളുടെ ആധിക്യം നിമിത്തം അസത്തുക്കളുടെ ന്യായാന്യായ വിചാരശക്തി നശിക്കുന്നു. അപ്പോൾ ഞാൻ മഹാജ്ഞാനി, തപശക്തി സമ്പന്നൻ എന്നിങ്ങനെയുള്ള അഹങ്കാരം അധികരിക്കുന്നു. മറ്റുള്ളവരിലെല്ലാം ദോഷാരോപം ചെയ്യുന്നു. മഹാജനങ്ങളുടെ മഹിമയെ കാണുവാനുള്ള ശക്തി ഇല്ലാതെയാകുന്നു. നൈതാദൃശാനാം സ്വജനവ്യപേക്ഷയാ ഗൃഹാൻ പ്രതീയാതനവസ്ഥിതാത്മനാം ഏഭ്യാഗതാൻ വക്രതിയാഭിചക്ഷതേ ആരോപിതഭ്രൂഭിരമർഷണാക്ഷിഭിഃ. വ്യവസ്ഥയില്ലാത്ത സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന ഈ മാതിരി ജനങ്ങൾ സ്വജനങ്ങളാണെന്നുള്ള ഭാവത്താൽ വിളിച്ചിട്ടില്ലെങ്കിലും അവർ സൽക്കരിക്കുമെന്നുള്ള വിചാരത്തോടുകൂടെ അവരുടെ ഗൃഹങ്ങളിൽ പ്രവേശിക്കാതിരിക്കണം. അവരുടെ ബുദ്ധി യഥാർത്ഥത്തെ ദർശിപ്പാൻ ശക്തിയുള്ളതല്ലാത്തതിനാൽ അഭ്യാഗതന്മാരെ ക്രോധത്തോടുകൂടെ പുരികം വളച്ചുകൊണ്ട് അസുഖത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ നോക്കാതിരിക്കയില്ല. തദാരിഭിർനവ്യദതേ ശിലീമുഖൈഃ ശേതേർദിദാംഗോ ഹൃദയേന ദൂയത സ്വാനാം യഥാ വക്രധിയാം ദുരുക്തിഭിർദിവാനിശം തപ്യതി മർമ്മതാഡിതഃ. എങ്കിലും ബന്ധുക്കളല്ലേ, അവരുടെ വൃത്താന്തം അറിയുവാനും അവരെ കൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ സാധിപ്പാനും അവരുടെ ഗൃഹങ്ങളിൽ പോകാതെ കഴിയുമോ? തൽക്കാലം നേരിടുന്ന അസുഖങ്ങളെ ബന്ധുബുദ്ധ്യ സഹിക്കുകയല്ലേ വേണ്ടതെന്ന് ശങ്കിക്കുന്ന പക്ഷം അതിനു സമാധാനം പറയുകയാണ്. ശത്രുക്കൾ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള ബാണങ്ങളാൽ ശരീരം മുറിപ്പെട്ട് യുദ്ധഭൂമിയിൽ വീണുകിടക്കുന്നവൻ അത്ര ദുഃഖിക്കുകയില്ല. അവന് മരണം സമീപസ്ഥമായതിനാൽ ദേഹപീഡയ്ക്ക് ചിരകാല സ്ഥിതി ഉണ്ടാകയില്ല. പോരെങ്കിൽ അവൻ ശത്രുവുമാണല്ലോ. അവനിൽ നിന്ന് സമ്മാനം സിദ്ധിക്കുമെന്ന് ആശിപ്പാൻ അവകാശവുമില്ല. പരമാർത്ഥത്തെ ധരിക്കാതെ വിപരീത ഭാവനയോടുകൂടെ ക്രുദ്ധിച്ചു നോക്കുന്ന സ്വജനങ്ങളുടെ ദുർവാക്കുകളാകുന്ന ബാണങ്ങൾ തറച്ച് മർമ്മവേദന അനുഭവിക്കുന്നവൻ്റെ ഹൃദയം നിത്യദുഃഖത്തെ അനുഭവിച്ചുകൊണ്ട് രാത്രിയും പകലും ഒരുപോലെ തപിക്കും. അതിനാൽ സ്വജനം എന്ന ഭാവത്താൽ അവരുടെ ഗൃഹങ്ങളിൽ പ്രവേശിക്കുന്നത് മഹാദുഃഖത്തിന് കാരണമാകും. ഒരു കാലത്തും അവിടെ പോകാതിരിക്കണം. വ്യക്തം ത്വമുത്കൃഷ്ടഗതേ പ്രജാപതേഹേ പ്രിയാത്മജാനാമസി സുഭ്രുസമ്മത അതാഭിമാനം ന പിതു പ്രഭത്സ്യസേ മദാശ്രയാത് പരിതപ്യതേ യതഃ. അല്ലയോ സുന്ദരി, ഉന്നത പദവിയെ പ്രാപിച്ചിരിക്കുന്ന പ്രജാപതിയുടെ പുത്രിമാരിൽ വെച്ച് നീ പിതാവിന് പ്രിയപ്പെട്ട പുത്രിയാണെന്നുള്ള സംഗതി സ്പഷ്ടവും അതെനിക്ക് സമ്മതവുമാകുന്നു. എന്നാലും അവിടെ ചെന്നാൽ പിതാവിൽ നിന്ന് നിനക്ക് സൽക്കാരം ലഭിക്കുകയില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, നിനക്ക് എന്നോടുകൂടെയുള്ള ആശ്രയം ദക്ഷന് പരിതാപമായി വന്നിരിക്കുന്നു. പാപച്യമാനേന ഹൃദാതുരേന്ദ്രിയഃ സമൃദ്ധിഭിഃ പുരുഷബുദ്ധിസാക്ഷിണാം അകൽപ ഏഷാമതിരോടുമഞ്ജസ പദം പരം ദ്വേഷ്ടി യഥാസുരാ ഹരീം.
ജന്മാന്തരത്തിൽ പരിചയിച്ച ദുസ്വഭാവമാകുന്ന അഗ്നി അന്യസമൃദ്ധിയെ സഹിക്കവയ്യാതെ ഇരിക്കുന്ന ഭാവം ദക്ഷഹൃദയത്തെ പരിതപിപ്പിക്കുന്നു. അതുനിമിത്തം സകലേന്ദ്രിയങ്ങളും അസ്വസ്ഥ വൃത്തികളായിട്ട് ദക്ഷനെ ചലിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധങ്ങളായ സമൃദ്ധികൾ കൊണ്ട് സകല ജീവികളുടെയും ബുദ്ധിവൃത്തികളുടെ സാക്ഷീഭൂതന്മാരായിരിക്കുന്ന ഞങ്ങളുടെ സ്ഥിതിയെ പ്രാപിപ്പാൻ സാധിക്കുന്നില്ല. അപ്പോൾ കേവലം ദ്വേഷിക്കുക എന്ന നിലയെ സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. അസുരന്മാർ ശ്രീഹരിയെ ദ്വേഷിക്കുന്നതുപോലെ ദക്ഷനും നിഷ്കാരണ ദ്വേഷം എന്നിൽ വഹിച്ചിരിക്കുന്നു. പ്രത്യുദ്ഗമ പ്രശ്രയണാഭിവാദനം വിധീയതേ സാധുമിതസ്സു മധ്യമേ പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസ ഗുഹാശയായൈവന ദേഹമാനിനെ. അല്ലയോ സുമധ്യമേ, ശോഭന ഹൃദയത്തോടുകൂടിയ സുന്ദരി, പൂജ്യനായ ഒരുവൻ്റെ ആഗമന സമയത്തിൽ അറിവുള്ളവർ എതിരേറ്റ് ഗമിക്കുക, സൽക്കാര വചനം പറയുക, നമസ്കരിക്കുക എന്നിവ മനസ്സുകൊണ്ട് സർവ്വജീവികളുടെ ഹൃദയഗുഹയിൽ അന്തര്യാമി രൂപേണ വസിക്കുന്ന പരമപുരുഷനെ ഉദ്ദേശിച്ച് ചെയ്യുന്നത് സമുചിതമായ കർമ്മമാകുന്നു. ഞാൻ ഉത്കൃഷ്ടൻ, എൻ്റെ ജനനം ബ്രഹ്മകുലത്തിൽ എന്നിപ്രകാരം ദേഹാഭിമാനമുള്ള ഗർവിഷ്ഠനെക്കുറിച്ച് മേൽപ്പറഞ്ഞ വിധമുള്ള പ്രത്യുത്ഥാനാദികൾ സജ്ജനങ്ങൾ ചെയ്യുകയില്ല. അതിനാൽ പ്രജാപതികളുടെ യത്നശാലയിൽ പ്രവേശിച്ച ദക്ഷൻ്റെ ശരീരാഭിമാനത്തെ അറിഞ്ഞിരുന്ന ഞാൻ പ്രത്യുത്ഥാനാദികൾ ചെയ്യാതിരുന്നുവെങ്കിലും ദക്ഷാന്തർവർത്തിയായ പുരുഷനെ മനസ്സാ ആദരിച്ചിരിക്കുന്നു. ദക്ഷൻ്റെ ദേഹാഭിമാന ദോഷത്തിൻ്റെ പരിശാന്തിക്ക് വേണ്ടിയിട്ടാണ് സാധാരണ ജനസമ്പ്രദായത്തെ സദസ്സിൽ പ്രകാശിപ്പിക്കാതിരുന്നത്. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയതേ തത്ര പുമാനപാവൃതഃ സത്വേജ തസ്മിൻ ഭഗവാൻ വാസുദേവോ യഥോക്ഷജോ മേ മനസാ വിധീയതേ. രജോ ഗുണവും തമോ ഗുണവും കലരാതെ ശുദ്ധമായിരിക്കുന്ന സത്വഗുണം യാതൊന്നോ അതിനെ വാസുദേവൻ എന്ന ശബ്ദത്താൽ നിർദ്ദേശിച്ചിരിക്കുന്നു. സത്വഗുണം പ്രധാനമായിരിക്കുന്ന അന്ധക്കരണത്തെ വസുദേവനെന്ന് മഹാജനങ്ങൾ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധമായ അന്ധക്കരണത്തിൽ മായാസംബന്ധമില്ലാതെ ജ്ഞാനാനന്ദ സ്വരൂപനായിട്ട് ഭഗവാൻ പ്രകാശിക്കുന്നു. അതുകൊണ്ട് വാസുദേവൻ എന്ന് ഭഗവാന് നാമധേയം നിശ്ചയിച്ചിരിക്കുന്നു. ആ പുരുഷോത്തമൻ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ല. അതിനാൽ ഞാൻ നിരന്തരം ഭഗവാനെ, വാസുദേവനെ, പരിശുദ്ധമായ എൻ്റെ അന്ധക്കരണത്തിൽ സുസ്പഷ്ടമായി വിളങ്ങുന്ന ഈശ്വരനെ മനസാ നമസ്കരിച്ചും ധ്യാനിച്ചും കൊണ്ടുതന്നെയിരിക്കുന്നു. തത്തേ നിരീക്ഷ്യോന പിതാഭിദേഹ കൃദ്ദക്ഷോ മമദ്യുത്തതനുവ്രതാശ്ചയേ യോ വിശ്വസൃഗ്യജ്ഞഗതം വരോരുമാമനാഗസം ദുർവജസാഗരോത്തിരഹ. അതുകൊണ്ട് ഹേ പ്രേയസി, ദക്ഷൻ നിൻ്റെ ശരീരത്തെ ജനിപ്പിച്ച പിതാവാണെങ്കിലും മരീചി മുതലായ പ്രജാപതികളുടെ സത്രത്തിൽ ഇരുന്നിരുന്ന നിരപരാധിയായ എന്നെ ദുർവാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്തതുകൊണ്ട് നിനക്ക് കാണുവാൻ പോലും യോഗ്യനല്ല. അവൻ്റെ അനുയായികളെയും കാണുവാൻ പാടുള്ളതല്ല. അങ്ങനെയിരിക്കെ അവിടെ പോകുവാനോ ഒരുമിച്ച് ചേരുവാനോ സൽക്കാരാദികൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിപ്പാനോ പാടുള്ളതല്ലെന്ന് പറയേണ്ടതില്ലല്ലോ. ശരീരത്തേക്കാൾ പ്രാധാന്യം ആത്മാവിനാകയാൽ ആത്മാശ്രയനായ എന്നെ ദ്വേഷിച്ചതുകൊണ്ട് അവിടെ പോകുന്നത് അനുചിതമാണ്. യതിവ്രജഷ്യസ്യതിഹായ മധ്വജോ ഭദ്രം ഭവത്യാന തതോ ഭവിഷ്യതി സംഭാവിതസ്യ സ്വജനാത് പരാഭവോ യഥാ സദ്യോ മരണായ കൽപ്പതേ. ഞാൻ പറയുന്നതിനെ അതിക്രമിച്ച് അവിടെ പോവാൻ ഭാവമുണ്ടെങ്കിൽ അതുനിമിത്തം ഭവതിക്ക് മംഗളം സംഭവിക്കുകയില്ലെന്ന് മാത്രമല്ല, മഹത്തായ ആപത്തിന് കാരണമായും വരും. എന്തുകൊണ്ടെന്നാൽ എപ്പോഴും സൽക്കരിക്കപ്പെട്ടിരുന്ന ഒരുവന് സ്വജനത്തിൽ നിന്ന് നേരിടുന്ന അവമാനം പെട്ടെന്നുള്ള മരണത്തിനു കൂടെ കാരണമായി വരും. പുത്രിമാരിൽ വെച്ച് ശ്രേഷ്ഠയാണെന്നുള്ള ഭാവത്തോടുകൂടെ ഇതുവരെ സൽക്കരിച്ചിരുന്ന പിതാവിൽ നിന്നുണ്ടാകുന്ന തിരസ്കാരം മരണത്തിൽ പര്യവസാനിക്കുവാൻ മതിയായതാണെന്നറിഞ്ഞ് പോകാതിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഭഗവാൻ സൂചിപ്പിച്ചു. 3-ാമത്തെ അധ്യായം സമാപിച്ചു. 4-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.